ഇന്നത്തെ എൻട്രി എന്ന് പറയുന്നത് നമുക്കറിയാം മാർക്കറ്റ് ഓവറോൾ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഒരു കൗണ്ടർ എൻട്രിയാണ് ഞാൻ നോക്കുന്നത്. ഈ ഒരു 1 മിനിറ്റ് FEGയിലാണ് ഞാനിവിടെ എൻ്റർ ചെയ്തേക്കുന്നത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ ഈ ഒരു സിംഗിളിന് താഴെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. ഇതൊരു പ്യൂർ കൺസോൾട്ടേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ബൈ സ്റ്റോപ്സ് കൂടുതലും ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ഏരിയയും കൂടെയാണ്. അപ്പം മാർക്കറ്റ് ഈ ഒരു ബൈ സൈഡിലേക്ക് ഇട്ടിട്ട് ഹണ്ട് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നത്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ ഇന്നത്തെ എൻട്രി പ്ലാൻ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് എന്താണ് മാർക്കറ്റ് നമുക്ക് തരാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു FEG ഉണ്ട് കേട്ടോ, ഞാനത് മാർക്കപ്പ് ചെയ്യാം. നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈനർ FEG ആണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ പ്രൈസ് പെട്ടെന്ന് തന്നെ ഒരു അപ്സൈഡ് മൊമെന്റം തരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രൈസ് നന്നായിട്ട് അഗ്രസീവായിട്ട് തന്നെ മൂവ് ആവുന്നുള്ളത്. ഈ ഒരു റിജക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു ഹൈ നന്നായിട്ട് ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. നമുക്കൊന്നും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു ഫേക്ക് മൂവ് ആവാം. എന്തായാലും ഈ ഹൈ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും.
ഓക്കെ, അപ്പോ നമ്മളെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇതൊരു ഫേക്ക് മൂവ് ആവാനാണ് ചാൻസ് കൂടുതലെന്ന്. അപ്പം പ്രൈസ് ഇവിടെ വീണ്ടും ഒന്ന് താഴേക്ക് വന്നിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ടാർഗറ്റ് ഇവിടെ ഏകദേശം ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാനൊന്നും കൂടെ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത ഒരു ഡ്രോൺ ലിക്വിഡിറ്റി ആയിരുന്നു. അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നോക്കിയാൽ അറിയാം പ്രൈസ് ഒന്നും കൂടെ അക്യുമുലേറ്റ് ചെയ്തു. ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഡൗൺ മൂവ് തന്നിട്ട് ഈ ഒരു ലോയിനെ മൈനറായിട്ട് നോക്കിയാൽ കാണാം. കുറച്ചും കൂടെ ഡീപ്പായി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു ലോവിനെ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഒന്നും കൂടെ സ്വീപ്പ് ചെയ്തിട്ട് ഒരു അഗ്രസീവ്. ഞാൻ ഇവിടെ നിന്നൊരു ട്രേഡ് നോക്കിയായിരുന്നു, പക്ഷേ എനിക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നല്ല സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരു ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു FEG ഓട് കൂടിയിട്ടുള്ള ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ ഞാൻ ഇവിടുന്ന് എടുത്തില്ല. രണ്ടാമത് ഞാൻ ഈ ഒരു ബ്രേക്കറിലായിരുന്നു ട്രേഡ് നോക്കിയത്, പക്ഷെ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരാത്തത് കൊണ്ട് ഞാൻ അവിടെ മിസ് ചെയ്തു വീണ്ടും. പിന്നെ എന്താ പറയുക, മാർക്കറ്റ് ഒരു 5 മിനിറ്റ് FEG ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു FEGയിലേക്ക് പ്രൈസ് വന്ന് റിയാക്ട് ചെയ്ത സമയത്താണ് ഞാൻ ഈ ട്രേഡ് പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ട്രേഡായിരുന്നു. ടാർഗറ്റ് ഞാൻ പ്രതീക്ഷയിൽ കുറച്ച് വൈകി, എന്നാലും കൂടെ നല്ലൊരു മൊമെന്റ് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.